ബച്ച് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സൂപ്പാണ്. നല്ല ഗുണങ്ങളുള്ള ഒരു സൂപ്പെന്ന് പറയാം. ഗുണം പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് പലർക്കും അറിയുന്നുണ്ടാവില്ല, എന്നാൽ ഇത് അറിയുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റുള്ളൊരു സൂപ്പാണ്. ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതാണ് ലീക്ക്. ഇപ്പോൾ ലീക്ക് എന്ന് പറയുന്നത് ഒനിയൻ ഫാമിലിയിൽപ്പെട്ടതാണ്. അതിൻ്റെ ഇല കണ്ടാലും അതുപോലെയൊക്കെ തന്നെയാണ്, സ്പ്രിംഗ് ഒനിയൻ പോലെ ആണ് ഇതിൻ്റെ ഇലയിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഞാൻ 2 തണ്ട് ലീക്ക് എടുത്തിട്ടുണ്ട്. ഇത് അധികം വണ്ണമുള്ളതൊന്നും അല്ല കേട്ടോ, ഒരു മീഡിയം സൈസാണ്. പിന്നെ ചെറിയൊരു പൊട്ടറ്റോ വേണം. ഒരു വലിയ പൊട്ടറ്റോയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പകുതി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി വേണം, 4 അല്ലി വെളുത്തുള്ളി, ഒരു സവോള വേണം, 20 കാഷ്നട്ട് വേണം. പിന്നെ കുക്കിംഗ് ക്രീം ഓപ്ഷനിലാണ്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ചിലപ്പോൾ ക്രീമിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല. ക്രീം ഇട്ടില്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്, ഈ നട്ട്സൊക്കെ അരയ്ക്കുന്നതുകൊണ്ട്. പിന്നെ ക്രീം ചേർക്കുകയാണെങ്കിൽ അതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ബട്ടർ വേണം. ബട്ടറിന് പ്രത്യേകിച്ച് ഒരളവ് ഞാൻ പറയുന്നില്ല, കാരണം ആ ഉള്ളിയും ഈ ലീക്കും എല്ലാം നമുക്കൊന്ന് വഴറ്റണം. അതിനാവശ്യമായ ബട്ടർ വേണം. പിന്നെ പാകത്തിന് കുരുമുളക് പൊടി. പിന്നെ കുറച്ച് ബ്രെഡ് നമ്മൾ ചെറിയ പീസാക്കിയിട്ടൊന്ന് വറുത്തെടുക്കണം. ഗീയിലോ അല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല. അത് കുറച്ച് അധികം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ മാത്രം കുറച്ചേ വറുത്തെടുത്തിട്ടുള്ളൂ. കുറച്ചും കൂടെ നമ്മൾ ഈ സൂപ്പിനകത്ത് ഇടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ. ബ്രെഡ് നമ്മൾ ഫ്രൈ ചെയ്ത് വയ്ക്കുക. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രമേ സൂപ്പിലിടാവുള്ളൂ. പിന്നെ പാകത്തിന് ഉപ്പ് വേണം. ആദ്യം ഈ ലീക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ പിന്നെ കഴിയാൻ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിന് ഉള്ളിലൊക്കെ ഇങ്ങനെ അഴുക്ക് കയറിയിരിക്കും. അപ്പോൾ ഇതാദ്യം ചെറിയ പീസാക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളിതൊന്ന് കഴുകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആ ഇലയൊന്നും നമ്മൾ എടുക്കില്ല കേട്ടോ. ഇനി ഈ ലീക്ക് ഇതുപോലെ ഒന്നിവിടെ കട്ട് ചെയ്യണം. അപ്പോഴതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടോ കറുത്തിരിക്കുന്ന കാണാം നമുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ പീസും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ലീക്ക് നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കനം കുറച്ച് റൗണ്ടിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ കനം കുറച്ച് അരിയണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഴറ്റാൻ എളുപ്പത്തിനും, അതുപോലെ ഇത് മിക്സിയിൽ നമ്മളൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കനം കുറച്ചൊന്ന് അരിയുന്നത്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ലീക്കെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഇതുപോലെ കനം കുറച്ചൊന്ന് അരിയാം. പൊട്ടറ്റോ ഇതുപോലെ കനം കുറച്ച് അരിയണം. അതുപോലെ ഇനി ക്യാരറ്റും അരിഞ്ഞെടുക്കാം. ഉള്ളി ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചായിരുന്നു. വെളുത്തുള്ളിയും ഒന്ന് ചെറിയ പീസാക്കി ഒന്ന് അതും കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരിയാനുള്ളതെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ഇനി പാൻ അടുപ്പ് വെച്ച് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇട്ട് ഉടനെ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും തന്നെ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം, അത്രയൊന്നും വഴറ്റണം. ആദ്യം വെളുത്തുള്ളി സവോളയായിട്ട് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അതൊന്ന് വഴറ്റാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറൊന്നും മാറരുത്, ജസ്റ്റ് ആ പച്ച ചുവയൊന്നും മാറിയാൽ മതി. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലീക്ക് ചേർത്ത് കൊടുക്കാം. ലീക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് അത് കുറച്ച് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്ന് വെച്ച് കളറൊന്നും മാറരുത്. നല്ലോണം അതിൻ്റെ പച്ചച്ചുവയൊക്കെ പോകത്തൊക്കണം. അത് നല്ലോണം വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇത്രയും വഴറ്റണം. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പൊട്ടറ്റോയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വേകാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ വേവിക്കണം.
ഒത്തിരി ഉപ്പ് കൂടരുത്, ഒരു പാകത്തിന് മാത്രമേ ഇടാവുള്ളൂ. വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് തന്നെ വേവിക്കാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 20 കാഷ്നട്ടാട്ടോ എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി മൂടി വെച്ച് നല്ലതുപോലെ വേവിക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഒത്തിരി വെള്ളം ഇപ്പോൾ ഒഴിക്കണമെന്നില്ല. ഞാൻ ഇടയ്ക്ക് 1-2 തവണയൊക്കെ ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർക്കുക. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ അനുവദിക്കുക. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ അരയ്ക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് തന്നെ നല്ലതുപോലെ അരയ്ക്കണം. ഞാൻ അരച്ചിട്ടുണ്ട്. നമുക്കിത് എന്തോരം അരഞ്ഞെന്നൊന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പാകത്തിന് നമ്മളിത് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്തത് നമുക്കൊന്നും കൂടെ പാകത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല കുറുകലുണ്ടാവും. അപ്പോൾ ഒരു സൂപ്പിന് നമ്മുടെ ഒരു പാകം ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് ലൂസായിട്ടിരിക്കണം, കാരണം തണുത്ത് കഴിയുമ്പോൾ ഇത് നല്ലപോലെ തിക്കാവും. അപ്പോൾ അതനുസരിച്ചുള്ള വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കുക. അതുപോലെ നമ്മുടെ ഒരു കണക്കിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ക്രീം ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നല്ലതുപോലെ ഇത് തിളപ്പിച്ചെടുക്കണം. ഫ്രഷ് ക്രീം ചേർക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കണം. മാക്സിമം ഒരു 1/4 കപ്പിൽ മതിയാവും. അതിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്കത് ചേർക്കാം. ഞാനിവിടെ ഫ്രഷ് ക്രീം ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ആ ഫ്രഷ് ക്രീമിനോട് അത്ര താല്പര്യമില്ല. എനിക്കിഷ്ടമാണ്, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനതിപ്പോൾ ചേർക്കുന്നില്ല. ഇനി നമ്മൾ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇളക്കാതെ ഇരുന്നാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല തിക്കാണല്ലോ. അതുകൊണ്ട് നമ്മളിത് തിളയ്ക്കുന്നിടം വരെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയത്ത് പാകത്തിന് ഉപ്പുമൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ലീക്ക് സൂപ്പ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്ര ടേസ്റ്റുള്ളൊരു സൂപ്പാണിത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ വിചാരിക്കും ഇത്രയും കാലം നിങ്ങളിത് അറിയാതെ പോയല്ലോ എന്ന്. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സൂപ്പാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.